ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തുടക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതവും. എൻ്റെ അടുത്തു വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്നു? ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. വാടക കൊടുത്തില്ലെങ്കിൽ 3 മാസം കൂടി കഴിഞ്ഞാൽ ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും. നീ ഇങ്ങനെ പള്ളിയും കൊന്തിക്കായിട്ട് നടന്നോ? എന്റെ വിഷമം ആര് കാണാൻ? അയ്യോ, ഇത് പൊട്ടിപ്പോയില്ല അമ്മേ. അമ്മേനെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. എവിടുന്നാ വരണേ? ഞാൻ ഇവിടെയുള്ളതല്ല, കുറച്ചകലെന്നാ. വളരെ ചെറുപ്പത്തിൽ അമ്മയുടെ കൂടെ ഇടയ്ക്കിടെ വരാറുണ്ട്. ഇപ്പൊ കുറച്ചു കാലായിട്ട് വരാൻ പറ്റാറില്ല. തിരുനാളായില്ലേ, ഒരു ശനിയാഴ്ച ആചരണത്തിൽ പങ്കെടുക്കാന്ന് കരുതി വന്നതാ. അതിന് ഈ പള്ളിക്ക് എന്താ അത്ര പ്രത്യേകത? മാതാവിന്റെ ഒരു പള്ളി അത്രയല്ലുള്ളൂ. നിനക്ക് ഈ പള്ളിയെ കുറിച്ച് ഒന്നും അറിയില്ല അല്ലേ കുഞ്ഞേ? കോൾപ്പടവുകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രദേശത്തെ കർഷകർക്ക് എന്നും ആശ്രയവും ആശ്വാസവുമായിരുന്നു ഈ കോഞ്ചറ മാതാവ്. വെള്ളപ്പൊക്കം പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളിലും ഇവിടെയുള്ള മക്കൾക്ക് തുണയായി മാറിയത് ഈ പോംബെ മാതാവ് തന്നെ. പണ്ട് മുതലേ വഞ്ചിയിലാണ് ആളുകൾ മാതാവിനെ ദർശിക്കാനും കൂട്ടത്തിൽ നിറയെ ചക്ക വിൽപ്പനയ്ക്കും ഇവിടെ എത്തിയിരുന്നത്. ചക്കപ്പെരുന്നാൾ എന്നൊരു പേരും ഈ തിരുനാളുണ്ടെന്ന് നിനക്കറിയാമോ? പണ്ട് ഒരു കപ്പേള പോലെയാണ് ഈ പള്ളിയായിരുന്നത്. ഇറ്റലിയിലെ പോംബെ നഗരത്തിൽ നിന്നും ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ജപമാല രാജ്ഞിയുടെ ആ രൂപം നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് ആ മുഖത്തിൻ്റെ ഒരു പ്രസന്നത! ഉണ്ണിയെ കൈകളിലേന്തി വിശുദ്ധ ഡൊമിനിക് സാവിയോയ്ക്കും സിയന്നായിലെ വിശുദ്ധ കത്രീനയ്ക്കും ജപമാല നൽകുന്ന ആ രൂപം നീ ഒന്ന് നോക്കണം ട്ടോ കുഞ്ഞേ. ഏതാവശ്യവും കരഞ്ഞ ആ മുഖത്തോട്ടൊന്ന് നോക്കി പറഞ്ഞ വെളിപ്പുറത്തമ്മ അത് തൻ്റെ മോനോട് പറഞ്ഞ് നമുക്കത് നടത്തിത്തരും. ഇറ്റലിയിലെ പോംബെയ്ക്ക് ശേഷം പോംബെ മാതാവിൻ്റെ ജപമാല രാജ്ഞിയെ വണങ്ങുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥകേന്ദ്രമായിരിക്കുന്നത് നമ്മുടെ ഈ കോഞ്ചിറയിലാണ്. ജപമാല ചൊല്ലി മാതാവിലൂടെ ഈശോയിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അനവധിയാണ്. സ്നേഹമുള്ളവരെ, ഏനാമാവ് ഇടയുടെ കീഴിലുള്ള കോഞ്ചറ പോംബെ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിൽ ഈ വർഷം 139ാമത് വാർഷികം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ തിരുനാളായി കൊണ്ടാടുകയാണ്. തിരുനാളിൻ്റെ അകന്ന ഒരുക്കമായിട്ട് ഈ കഴിഞ്ഞ മാസവും ഈ മാസവും 9 ശനിയാഴ്ച ആചരണം കുർബാനയോടുകൂടി ലതീ നൊവേന, ജപമാല പ്രദക്ഷിണം എന്നിവയോടെ നടത്തുകയുണ്ടായി. തിരുനാളിൻ്റെ തിരുക്കർമ്മങ്ങളിലേക്കും തിരുനാൾ ആഘോഷ പരിപാടികളിലേക്കും എല്ലാവരെയും സാദരം ക്ഷണിക്കുന്നു. എല്ലാ ഭക്തജനങ്ങളും തിരുനാളിൽ സംബന്ധിച്ച് വിശുദ്ധരോടുള്ള ആദരവ് പ്രകടിപ്പിക്കുവാനും പ്രത്യേകമായ ദൈവങ്ങൾ സമർപ്പിക്കുവാനും ധാരാളം അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം പോംബെ മാതാവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും തിരുനാളിലെ മംഗളങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം.